നൂറുമേനി വിളവു നൽകിയ കർത്താവിന്റെ വിളനിലമാണ് എസ് ഡി സന്യാസ സമൂഹമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ്. എസ് ഡി സന്യാസ സമൂഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ആലുവ ചുണങ്ങംവേലിയിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. എസ് ഡി സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ലിസ് ഗ്രേസ് മുഖ്യപ്രഭാഷണം നടത്തി. നൂറുമേനി വിളവു നൽകിയ കർത്താവിന്റെ വിളനിലമാണ് എസ് ഡി സന്യാസ സമൂഹമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. എസ് ഡി സന്യാസ സമൂഹത്തിന്റെ സ്ഥാപക പിതാവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തർജ്ജമ കൂടാതെ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു ശുശ്രൂഷയാണ്. നാളിതുവരെ എസ് ഡി സന്യസ്തർ ചെയ്ത ശുശ്രൂഷകൾ ഈ നാട്ടിൽ വരുത്തിയ വിപ്ലവകരമായ പരിവർത്തനം ഒരു നഗ്നസത്യം തന്നെയാണെന്നും തട്ടിൽ പിതാവ് പരാമർശിച്ചു. സർക്കാരിനോ ഒരു മന്ത്രിസഭയ്ക്കോ ചെയ്യാൻ കഴിയാത്തത്ര വലിയ ശുശ്രൂഷകൾ എസ് ഡി സ്ഥാപനങ്ങൾ ഇതിനകം ചെയ്തു കഴിഞ്ഞെന്നും കൂട്ടിച്ചേർത്തു. എസ് ഡി സന്യാസ സമൂഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ആലുവ ചുണങ്ങംവേലിയിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. ഡാവിഞ്ചിയുടെ മനോഹരമായിട്ടുള്ളൊരു ചിത്രമുണ്ട്. കർത്താവ് കാല് കഴുകി ശിഷ്യന്മാരുടെ പാദം മുത്തുന്നതാണ്. പക്ഷെ ഡാവിഞ്ചി വളരെ മനോഹരമായിട്ട് ആ മുഹൂർത്തത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കാല് കഴുകി കർത്താവ് കാൽപാദം മുത്താനായിട്ട് ശിരസ് നമിച്ച് കാൽപാദത്തിലേക്ക് ചെല്ലുമ്പോൾ കാൽപാദത്തിൻ്റെ താഴെ വെച്ചിരിക്കുന്ന പാത്രത്തിലെ വെള്ളത്തിലെ കർത്താവിൻ്റെ മുഖഛായ പതിയുന്നു. ഡാവിഞ്ചിയുടെ ഈ അസാമാന്യമായിട്ടുള്ള കലാബോധം സുവിശേഷ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ ഈ ലോകത്തിന് വളരെ വലിയ സാക്ഷ്യമായിട്ട് നൽകി. നിങ്ങളുടെ എല്ലാ മഠങ്ങളിലും മൈക്ക് കെട്ടിയിട്ട് ഒരു പ്രസംഗവും നിങ്ങൾ നടത്തുന്നില്ല. വഴിയെ കിട്ടിയതാകാം, ആളുകൾക്ക് ഭാരമായതുകൊണ്ട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചതാകാം, ചിലപ്പോൾ വഴിയിൽ നിന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് വന്നതാകാം. പക്ഷെ ഇവിടെ വന്ന് മരിക്കുന്ന ഒരാളും സങ്കടത്തോടുകൂടെ മരിക്കാൻ ഇടയായിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ സ്ഥാപക പിതാവ് നിങ്ങളെ ഏൽപ്പിച്ച കരിസത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള മുഖഛായ. എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസ് പുതിയടത്ത്, വിൻസെൻഷൻ സഭ വികാരി ജനറൽ ഫാദർ മാത്യു പോത്താലിൽ, ആരാധനാ സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ റോസിലി ജോസ്, കീഴ്മാട് പഞ്ചായത്ത് പ്രസിഡന്റ് സാജു മത്തായി എന്നിവരും വൈദികരും സമർപ്പിതരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. എസ് ഡി സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ലിസ് ഗ്രേസ് മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ കൌൺസിലർ സിസ്റ്റർ പൗളിൻ തെരേസ്, സെന്റ് മേരീസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ റേസി തളിയൻ എന്നിവർ പ്രസംഗിച്ചു. ശതാബ്ദി ലോഗോ പ്രകാശനവും 100 എസ് ഡി സഹോദരിമാരുടെ ശതാബ്ദി ഗാനാലാപനവും മറ്റു കലാപരിപാടികളും നടത്തപ്പെട്ടു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നുവെന്ന ആദർശവാക്യം ഉയർത്തി പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനുതകുന്ന നിരവധി കർമ്മ പദ്ധതികളും യുവജന ശാക്തീകരണ സംരംഭങ്ങളുമാണ് ശതാബ്ദി ആഘോഷങ്ങളോടൊപ്പം സന്യാസ സമൂഹം ആവിഷ്കരിക്കുന്നത്. ഷെക്കേന ന്യൂസ്, കൊച്ചി.